മൂന്നാം ലോക മഹായുദ്ധത്തിന് ചൈന ഒരുങ്ങുന്നു. ആണവ ബങ്കറുള്ള പുതിയ ബീജിംഗ് മെഗാ സൈനിക നഗരം ഉയർത്തുന്ന സംശയങ്ങൾ നിരവധിയാണ്. 3 മൈലോളം നീളത്തിൽ ചൈന തലസ്ഥാനമായ ബെയ്ജിംഗിന് സമീപം നിർമ്മിക്കുന്ന കൂറ്റൻ സൈനിക കേന്ദ്രത്തിന് അമേരിക്കയുടെ പെന്റഗണിനേക്കാൾ വലിപ്പമുണ്ട്. ഈ കൂറ്റൻ സൈനിക കേന്ദ്രം ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നു. ബെയ്ജിംഗ് മിലിറ്ററി സിറ്റി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സൈനിക കേന്ദ്രം അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിനേക്കാൾ വലുതാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ആണവ ആക്രമണത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള ബങ്കറുകൾ അടക്കം ഈ കേന്ദ്രത്തിലുണ്ട്. ഇത് ചൈന പണിയുന്നത് ഭാവിയിലെ യുദ്ധതന്ത്രങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് എന്നും കണക്കുകൂട്ടൽ. ബെയ്ജിംഗിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 3 മൈലോളം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സൈനിക കേന്ദ്രത്തിന്റെ നിർമ്മാണം 2022 മുതൽ അതിവേഗം പുരോഗമിക്കുകയാണ്. ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗത വെളിപ്പെടുത്തുന്നു. ആണവ ബങ്കർ ഇതിനുള്ളിലുണ്ട്. ആണവ ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിവുള്ള ഭൂഗർഭ ബങ്കറാണ് ഈ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ഒരു ഭാവി യുദ്ധകാല കമാൻഡ് സെന്ററായി പ്രവർത്തിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾക്ക് സുരക്ഷ നൽകാനും ഇവിടെ സൗകര്യമുണ്ട്. തലസ്ഥാനത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ബീജിംഗ് മിലിറ്ററി സിറ്റി സാധാരണ പ്രതിരോധ സംവിധാനമല്ല. വിസെഗ്രാഡ് പോസ്റ്റ് ഉദ്ധരിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നത് ഒരു കാലത്ത് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെയും ഒഴിഞ്ഞ ഭൂമിയുടെയും മിശ്രിതമായിരുന്ന ഈ സ്ഥലം ഇപ്പോൾ പൂർണ്ണമായും വൃത്തിയാക്കി ഒരു ഭീമാകാരമായ സൈനിക കോമ്പൗണ്ടിന് വഴിയൊരുക്കി എന്നാണ്. 2022നും 2024 മധ്യത്തിനും ഇടയിൽ നിർമ്മാണം വേഗത്തിലായി. ഔദ്യോഗിക വിശദാംശങ്ങൾ രഹസ്യമായി തുടരുകയാണ്. ചൈനയുടെ രഹസ്യ സൈന്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ വലിപ്പവും ഘടനയും ഒരു സാധാരണ അടിത്തറയ്ക്കപ്പുറമുള്ള എന്തോ ഒന്ന് ആണ് എന്നാണ് വിലയിരുത്തലുകൾ. ആണവ പ്രതിരോധ ശേഷിയുള്ള ഭൂഗർഭ സൗകര്യമുള്ളതിനാൽ മൂന്നാം ലോക മഹായുദ്ധമോ മറ്റു വലിയ തോതിലുള്ള സംഘർഷങ്ങളോ ഉണ്ടായാൽ ഇത് ഒരു കേന്ദ്ര സൈനിക കമാൻഡ് ബങ്കറായി പ്രവർത്തിക്കും എന്നാണ് സുരക്ഷാ വിദഗ്ധർ വിശ്വസിക്കുന്നത്. ചൈനയുടെ സൈനിക നവീകരണം 2027ഓടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ബെയ്ജിംഗ് മിലിറ്ററി സിറ്റിയുടെ നിർമ്മാണത്തെ പല വിദഗ്ധരും കാണുന്നത്. പുതിയ സൂപ്പർ എംബസിയും ചൈനയുടെ തന്ത്രവും സൈനിക വികസനങ്ങൾക്ക് പുറമെ ചൈന അതിന്റെ നയതന്ത്ര ശക്തിയും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലണ്ടനിലെ ടവർ ഓഫ് ലണ്ടന് സമീപം ചൈന ഒരു ഭീമാകാരമായ സൂപ്പർ എംബസി നിർമ്മിക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിന് ഉദാഹരണം. റോയൽ ആൽബർട്ട് ഹാളിനേക്കാൾ വലിപ്പമുള്ള ഈ എംബസി പദ്ധതി UK-യിലെയും US-ലെയും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭൂഗർഭ മിസൈൽ അറകൾ ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ മരുഭൂമിയിൽ 100 കണക്കിന് ഭൂഗർഭ മിസൈൽ അറകൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളും മുൻപ് പുറത്തു വന്നിരുന്നു. ന്യൂക്ലിയർ അന്തർവാഹിനികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആണവ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള അന്തർവാഹിനികളും ചൈനയുടെ ആയുധ ശേഖരത്തിലുണ്ട്. ആണവ നയത്തിലെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ 1964-ൽ ആദ്യ ആണവ പരീക്ഷണം ചൈന നടത്തി. അതിനുശേഷം പ്രതിരോധത്തിന് മാത്രം കുറഞ്ഞ ആണവായുധങ്ങൾ എന്ന നയമാണ് ചൈന പിന്തുടർന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ നയം മാറുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ ശേഷി വർദ്ധിച്ചതും ഉപഗ്രഹങ്ങൾ വഴി മിസൈൽ ശേഖരം കണ്ടെത്താൻ ശ്രമിക്കുന്നതുമാണ് ഈ നയമാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. ബീജിംഗിൽ ഒരു കോട്ട കെട്ടിയ സൈനിക നഗരം ഉയരുകയും വിദേശത്തെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന പദ്ധതികൾ മൂലം ചൈനയുടെ ദീർഘകാല ഉദ്ദേശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ശക്തമാകുന്നു. ഇത് വെറും മുൻകരുതൽ സംഭവ വികാസങ്ങളാണോ അതോ ഏതെങ്കിലും വലിയ നീക്കത്തിന്റെ ഭാഗമാണോ എന്നതാണ് ചോദ്യം. 2027 ചൈന സൈനിക നവീകരണം പോകുന്ന വർഷം അടുക്കുമ്പോൾ ആഗോള സമൂഹം ആശ്ചര്യപ്പെടുന്നതും ആശങ്കപ്പെടുന്നതും ചൈന പ്രതിരോധത്തിനായി തയ്യാറെടുക്കുകയാണോ അതോ അടുത്ത ആഗോള സംഘർഷത്തിലേക്കുള്ള നിശബ്ദമായ തയ്യാറെടുപ്പുകളാണോ എന്നതാണ്. എന്തായാലും ഇനി എന്താണ് ചൈനയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ ലോകം കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്. ഈ ഓണത്തിന് ഗുബുനന്ദുരുചി മാട്ടിൽ വക്കാലക്ക ഓഫർ.